بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണമാണ് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തുമായി ബന്ധപ്പെട്ട വിശദീകരണമായിരുന്നു. തുടർന്ന് അർ റഹ്മാനിർ റഹീം, പരമ കാരുണ്യകൻ, അതേപോലെ തന്നെ കരുണാനിധി എന്നിവയെപ്പറ്റി ബിസ്മിയുടെ വ്യാഖ്യാനത്തിൽ നേരത്തെ വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബിസ്മി ഈ സൂറത്തിലെ ഒരു ആയത്താണെന്ന അഭിപ്രായം സ്വീകരിച്ചാലും ഈ രണ്ട് തിരുനാമങ്ങൾ വീണ്ടും ഇവിടെ ആവർത്തിച്ചത് കേവലം ഒരു ആലങ്കാരികമായ ഉദ്ദേശത്തിനൊന്നുമല്ല. വളരെ ശ്രദ്ധേയമാണ് ആ പറഞ്ഞ കാര്യം. അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ വന്ന അതേ വാക്കുകൾ തന്നെയാണ് അർ റഹ്മാനിർ റഹീം എന്ന് വീണ്ടും ആയത്തായി വന്നത്. പക്ഷേ രണ്ടും രണ്ട് അർത്ഥത്തിലാണ് എന്നർത്ഥം. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഖുർആൻ പാരായണം ആരംഭിക്കുന്നതടങ്ങിയ തത്വങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ബിസ്മിൽ ആ വിശേഷണങ്ങൾ. എന്നാൽ ഇവിടെയാകട്ടെ സ്തുതി കീർത്തനങ്ങളെല്ലാം എന്തുകൊണ്ട് അള്ളാഹുവിന് അവകാശപ്പെട്ടതായി എന്നുള്ളതിൻ്റെ പശ്ചാത്തലം ചൂണ്ടിക്കാട്ടുന്ന ഗുണവിശേഷണങ്ങളുടെ കൂട്ടത്തിൽ അവൻ്റെ കാരുണ്യത്തിനുള്ള സ്ഥാനം കൂടി എടുത്തു കാണിച്ചിരിക്കുകയാണ്. അപ്പം അതാണ് ആ സൂറത്തിൽ അർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. റഹ്മാൻ റഹീം എന്നീ രണ്ടു രൂപങ്ങളും അള്ളാഹുവിൻ്റെ അതിരറ്റ കാരുണ്യത്തെ പ്രകാശിക്കുന്നവയാണെങ്കിലും റഹ്മാൻ എന്ന രൂപമാണ് കാരുണ്യത്തിൻ്റെ അതിവിശാലതയെ കൂടുതൽ ദ്യോതിപ്പിക്കുന്നത്. റഹ്മാൻ എന്ന് അള്ളാഹുവിനെ കുറിച്ചല്ലാതെ മറ്റാരെക്കുറിച്ചും ഉപയോഗിക്കപ്പെടാറില്ല. അള്ളാഹു എന്ന സംജ്ഞാനാമത്തെ കഴിച്ചാൽ പിന്നെ അവൻ്റെ നാമവിശേഷണങ്ങളായി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഇതര നാമങ്ങളിൽ വെച്ച് കൂടുതൽ സ്ഥാനം ഖുർആനിൽ കൽപ്പിക്കപ്പെട്ടു കാണുന്നതും റഹ്മാൻ എന്ന നാമത്തിനാകുന്നു. അള്ളാഹു എന്ന നാമം പോലെ മറ്റു വിശേഷണങ്ങളൊന്നും കൂടാതെ അർ റഹ്മാൻ എന്ന നാമവും അള്ളാഹുവിന് ഉപയോഗിക്കപ്പെട്ടു കാണാം. ഉദാഹരണത്തിന് ഇസ്രായിലെ 110, സൂറത്തുർ റഹ്മാൻ 1, സൂറത്തുൽ ഫുർഖാൻ 59 ഈ ആയത്തുകളുടെ വ്യാഖ്യാനം അതിൽ പരിശോധിക്കാൻ വേണ്ടി അമാനി മുനീർ റഹ്മത്തുള്ളാഹി പറയുകയാണ്. അതുകൊണ്ടാണ് നാമമായോ വിശേഷണമായോ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും റഹ്മാൻ എന്ന് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പണ്ഡിതന്മാർ പ്രസ്താവിക്കുന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് യമാമയിൽ പ്രവാചകനായി അഭിനയിക്കുകയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്ത മുസൈലിമത്തുൽ കെസ്സാബിനെ, അതായത് കള്ളപ്രവാചകനായ മുസൈലിമയെ കുറിച്ചല്ലാതെ റഹ്മാൻ എന്ന് പറയപ്പെട്ടതായി ചരിത്രമില്ല. അതും യമാമയിലെ റഹ്മാനു യമാമ എന്ന ഉപാധിയോട് കൂടിയായിരുന്നു. അതിലൊരു അടിക്കുറിപ്പ് കാണാം. അബ്ദുറഹ്മാൻ എന്നതിൻ്റെ സ്ഥാനത്ത് എ റഹ്മാൻ പോലെയുള്ള പ്രയോഗം നന്നല്ല. അള്ളാഹുവിന് മാത്രം യോജിക്കുന്ന നാമവിശേഷണങ്ങളെല്ലാം തന്നെ സൃഷ്ടികളുടെ പേരായി ഉപയോഗിക്കുന്നത് സൂക്ഷിക്കേണ്ടതാകുന്നു. ഇതെല്ലാം അള്ളാഹുവിനോടുള്ള അനാദരവായിരിക്കുന്നതാണ്. അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്ത വിശേഷണമായി പറഞ്ഞത് മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്നാണല്ലോ. ദീൻ എന്ന പദത്തിനാണ് ഇവിടെ പ്രതിഫലം എന്ന് അർത്ഥം കൊടുത്തത്. ദീൻ, മാലിക് യൗമിദ്ദീൻ എന്നതിന് ദീൻ എന്നതിന്. കൂടാതെ മതം, നടപടിക്രമം, ആചാരം, വിചാരണ, നിയമ നടപടി, അനുസരണം, പതിവ് എന്നിങ്ങനെ സന്ദർഭത്തിനനുസരിച്ച് അതിന് പല അർത്ഥങ്ങളും വരും. അപ്പം ദീൻ എന്ന പദത്തിൻ്റെ അർത്ഥങ്ങളാണ് ഇപ്പോൾ പറഞ്ഞതൊക്കെ. സൃഷ്ടികളുടെ സകല കർമ്മങ്ങളെയും സംബന്ധിച്ച് വിചാരണ നടത്തി തീരുമാനമെടുക്കുകയും ഓരോരുത്തരും തക്ക പ്രതിഫലം നൽകുകയും ചെയ്യുന്ന ആ മഹാദിനമായ ഖിയാമത്ത് നാളാണ് പ്രതിഫല ദിവസം കൊണ്ട് വിവക്ഷ. മാലിക്കി എന്നതിൻ്റെ സ്ഥാനത്ത് മലിക്കി എന്നും വായനയുണ്ട്. ഖുർആനിൽ ചില ഭാഗത്ത് അങ്ങനെ
പാഠഭേദം കാണാൻ സാധിക്കും. അവിടെ അടിക്കുറിപ്പ് കൊടുത്ത് കാണാം. ഇതുപോലെ ഖുർആനിൽ ചില സ്ഥലത്ത് കാണപ്പെടുന്ന വായനാ വ്യത്യാസങ്ങളെപ്പറ്റി മുഹമ്മദ് അമാനി റഹ്മത്തുള്ളാഹിയുടെ ഖുർആൻ പരിഭാഷയുടെ മുഖവുരയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രതിഫല ദിവസത്തിൻ്റെ രാജാവ് എന്നായിരിക്കും അപ്പോൾ വാക്കർത്ഥം. അതായത് മലിക്കി എന്ന ഖിറാഅത്ത് പ്രകാരം അർത്ഥം വരുന്നതാണ്, പ്രതിഫല ദിവസത്തിൻ്റെ രാജാവ് എന്നായിരിക്കും. രണ്ടായാലും ആ ദിവസത്തിലെ സർവാധിപതിയും ഏകാധിപതിയും അള്ളാഹു മാത്രമായിരിക്കുമെന്ന് താല്പര്യം. പ്രതിഫലത്തിൻ്റെ ദിവസം എന്നാൽ എന്ത് ആണ് എന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് സൂറത്തുൽ ഇൻഫിത്താറിൽ അള്ളാഹു പറയുന്നു. ഈ മാലിക് യൗമുദ്ദീൻ എന്നതിലെ ആ യൗമുദ്ദീൻ അതിനെക്കുറിച്ചൊരു വിശദീകരണം സൂറത്തുൽ ഇൻഫിത്താറിൽ കാണാം. അതിലെ 19-ാമത്തെ ആയത്ത്, യൗമ ലാ തംലികു നഫ്സുൻ ലി നഫ്സിൻ ഷൈഅ വൽ അംറു യൗമ ഇദിൻ ലില്ലാ. ഒരാൾക്കും തന്നെ മറ്റൊരാൾക്കും വേണ്ടി യാതൊന്നും ചെയ്യാൻ കഴിയാത്ത ദിവസം. അന്ന് കാര്യം, അതായത് അധികാരം അള്ളാഹുവിനായിരിക്കും. അതാണ് യൗമുദ്ദീൻ എന്നതിൻ്റെ വിശദീകരണമായിട്ട്, അല്ലെങ്കിൽ എന്താണ് യൗമുദ്ദീൻ എന്ന് സൂറത്തുൽ ഇൻഫിത്താറിൽ അള്ളാഹു വിശദീകരിച്ചത്. കേവലം 3 ചെറുവാക്യങ്ങളിലായി എടുത്തു കാണിച്ച ഈ 4 വിശേഷണങ്ങളിൽ ഓരോന്നും ദ്യോതിപ്പിക്കുന്ന അർത്ഥസാരങ്ങളുടെ അഗാധതയും വൈപുല്യവും മനസ്സിരുത്തുന്ന പക്ഷം എല്ലാ സ്തുതി കീർത്തനങ്ങൾക്കും യഥാർത്ഥത്തിൽ അർഹനായുള്ളവൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് തികച്ചും ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ കേവലം ഒരു ഒഴുക്കിൽ വായിച്ചു പോയാൽ പോരാ, അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ഈ 4 ഉത്കൃഷ്ട ഗുണങ്ങളെയും ഓർമ്മിച്ചുകൊണ്ട് ഒരു അടിയാൻ അവന് സ്തുതികീർത്തനം ചെയ്യുമ്പോൾ തൻ്റെ മുമ്പിലും തൻ്റെ സമീപത്തും അള്ളാഹു സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന ഒരു പ്രതീതി ആ അടിയാൻ്റെ മനസ്സിൽ പ്രകടമാവുന്നതാണ്. അങ്ങനെ അള്ളാഹുവിനെ അഭിമുഖീകരിച്ചുകൊണ്ട് അവൻ പറയുകയാണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ എന്ന് പറഞ്ഞു. പിന്നെ ഞാനും എന്നെപ്പോലെയുള്ള സത്യവിശ്വാസികളെല്ലാവരും, അതാണ് ഞങ്ങൾ എന്നത് കൊടുത്തതിന് വിശദീകരണം, ആരാധിക്കുന്നു. നിന്നോട് തന്നെ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. അതെ, മേൽ പ്രസ്താവിച്ച അത്യുത്കൃഷ്ട ഗുണങ്ങളോട് കൂടിയവൻ നീയല്ലാതെ ആരുമില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യമാണ്. മുകളിൽ പറഞ്ഞ അള്ളാഹിൻ്റെ എല്ലാ വിശേഷണങ്ങളെയും മുൻനിർത്തിയാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ആരാധനകളും സഹായാർത്ഥനകളും നിന്റെ മുമ്പിൽ മാത്രമേ ഞങ്ങൾ അർപ്പിക്കുകയുള്ളൂവെന്ന് ഞങ്ങളിതാ ഉറപ്പിച്ചു പറയുന്നു എന്ന് താല്പര്യം. നഅ്ബുദു എന്ന ക്രിയയുടെ മൂലധാതുവായ ഇബാദത്തിൻ്റെ വിവർത്തനമായിട്ടാണ് ആരാധന എന്ന വാക്ക് നാം ഉപയോഗിച്ചിരിക്കുന്നത്. നസ്തഈൻ എന്ന ക്രിയയുടെ മൂലധാതുവായ ഇസ്തിആനത്ത് അതിൻ്റെ വിവർത്തനമായി സഹായം തേടുക എന്നും ഉപയോഗിച്ചിരിക്കുന്നു. എല്ലാ പ്രവാചകന്മാരുടെയും പ്രബോധന വിഷയങ്ങളിൽ ഏറ്റവും മൗലിക പ്രധാനമായ വിഷയം തൗഹീദ് അഥവാ ഏകദൈവ സിദ്ധാന്തം ആണല്ലോ. തൗഹീദിൻ്റെ കാതലായ വശമത്രേ ആരാധനയിലും സഹായാർത്ഥനയിലുമുള്ള തൗഹീദ്. എന്നാൽ പിൽക്കാല മുസ്ലിങ്ങൾക്കിടയിൽ വളരെയേറെ തെറ്റിദ്ധാരണകളും വ്യതിയാനവും വന്നു പോയിട്ടുള്ള വിഷയവും അതാണ്. അങ്ങനെ തൗഹീദിൻ്റെ അടിത്തറക്കു തന്നെയും കോട്ടം തട്ടിക്കുന്ന എത്രയോ അന്ധവിശ്വാസങ്ങളും ആശയാദർശങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും സമുദായ മധ്യേ കടന്നു കൂടിയിരിക്കുന്നു. ഒരു പൂർണ്ണമായ ശുദ്ധീകരണത്തിന് സാധ്യമാകാത്ത വിധം സമുദായത്തിൽ അവ വേരൂന്നി കഴിഞ്ഞിരിക്കുകയാണ്. മഅദല്ലാ, അള്ളാഹുവിൽ ശരണം. സുബ്ഹാനല്ലാഹ്. മുഹമ്മദ് അമാനി മൗലവി റഹ്മത്തുള്ളാഹി 50 വർഷങ്ങൾക്ക് മുമ്പ് ആ ആശങ്കപ്പെട്ട കാര്യം അതിനേക്കാൾ ആശങ്കപ്പെടേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അല്ലെ, ഏറ്റവും പുരോഗമിച്ചു എന്ന് പറയുന്ന വിദ്യാസമ്പന്നരാണെന്ന് പറയപ്പെടുന്ന ആളുകളിൽ പോലും ഈ പറഞ്ഞ കാര്യത്തിന് ഒട്ടും പിറകിലല്ല എന്ന് നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിഘണ്ടുക്കൾ പരിശോധിച്ചാൽ ഇബാദത്ത് എന്ന പദത്തിന് പല അർത്ഥങ്ങളും കാണാം. എന്തൊക്കെയാണ് അർത്ഥം? അനുസരണം, പുണ്യകർമ്മം, കീഴ്പ്പെടൽ, ഭക്തി അർപ്പിക്കൽ, വഴിപാട്, താഴ്മ പ്രകടിപ്പിക്കൽ എന്നിങ്ങനെയും വണക്കം, ആരാധന, പൂജ, സേവ, പ്രീതിപ്പെടുത്തൽ എന്നിങ്ങനെയും അർത്ഥങ്ങൾ കാണും. പിന്നെ അതിൻ്റെ മലയാളത്തിലും ഇംഗ്ലീഷിലുള്ള അറബിയിലും ഇംഗ്ലീഷിലുള്ള അർത്ഥങ്ങൾ താഴെ കൊടുത്ത് കാണാൻ സാധിക്കും. അത്വാഅതു, അൽ ഖുദൂഉ, അൽ ഖുശൂഉ, അത്തദല്ലുലു, അത്തനസ്സുകു വനഹ്വിഹ. അതൊക്കെയാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. ഈ അർത്ഥങ്ങളിലെല്ലാം തന്നെ വിനയത്തിൻ്റെയും താഴ്മയുടെയും അംശം അന്തർഭവിച്ചു കാണാം.
ഈ പറഞ്ഞ ഇതിലൊക്കെ തന്നെ വിനയവും താഴ്മയും ഉണ്ട് എന്നർത്ഥം. എന്നാൽ ശറഇന്റെ, അതായത് മതത്തിൻ്റെ സാങ്കേതികാർത്ഥത്തിലുള്ള അതിൻ്റെ ഉദ്ദേശ്യം ശരിക്കും വ്യക്തമാക്കുന്ന ഒറ്റ വാക്ക് മലയാളത്തിൽ കാണുന്നില്ല. ഉള്ളവയിൽ വെച്ച് കൂടുതൽ അനുയോജ്യമായതെന്ന നിലക്ക് ആരാധന എന്ന് പരക്കെ അതിന് വിവർത്തനം നൽകപ്പെട്ടിരിക്കുന്നു. താഴ്മയുടെയും ഭക്തി ബഹുമാനത്തിൻ്റെയും അങ്ങേ അറ്റം പ്രകടിപ്പിക്കുക, അഖ്സ ഗായത്തു തദല്ലുലി വൽ ഖുശൂഅ് എന്നതാണ് മതത്തിൽ അതിന് അംഗീകരിക്കപ്പെട്ടു വരുന്ന വിവക്ഷ. ഖുർആൻ വ്യാഖ്യാതാക്കളും ഇസ്ലാമിലെ പണ്ഡിത ശ്രേഷ്ഠന്മാരും വാക്കുകളിൽ അല്പസ്വല്പ വ്യത്യാസങ്ങൾ കണ്ടേക്കാമെങ്കിലും, അവരുടെയൊക്കെ വാക്കുകളിൽ ചെറിയ വ്യത്യാസമൊക്കെ കണ്ടേക്കാമെങ്കിലും മുൻകാലം മുതൽക്കേ ഇബാദത്തിന് നൽകി വരുന്ന നിർവചനം അതാണ്. ഭാഷാപരമായും മതപരമായുമുള്ള അതിൻ്റെ അർത്ഥങ്ങളെപ്പറ്റി ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ തഫ്സീർ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ തഫ്സീറിൽ കാണാം, വൽ ഇബാദത്തു ഫിൽ ലുഗത്തി മിന ദുല്ലത്തി യുഖാലു തരീഖുൻ മുഅബ്ബദുൻ വബഈറുൻ മുഅബ്ബദുൻ ഐ മുദല്ലലുൻ വഫി ശർഇ ഇബാറത്തുൻ അമ്മാ യജ്മഉ കമാലുൽ മഹബ്ബത്തി വൽ ഖുദൂഇ വൽ ഖൗഫി. അതാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അതുമായി ബന്ധപ്പെട്ട് വിശദീകരണം കൊടുത്തത്. സാരം: ഭാഷയിൽ ഇബാദത്ത് എന്നാൽ നിന്ദ്യതയിൽ അഥവാ താഴ്മയിൽ നിന്നുണ്ടാകുന്നതാണ്. മുഅബ്ബദായ വഴി എന്നും മുഅബ്ബദായ ഒട്ടകമെന്നും പറയപ്പെടാറുണ്ട്. അതായത് മുദല്ലലായ, അധികമായി ഉപയോഗിച്ച് ഒതുക്കവും പാകതയും വരുത്തപ്പെട്ടത് എന്നർത്ഥം. ശറഇലാകട്ടെ എന്ന് പറഞ്ഞാൽ മതപരമായിട്ട് അതിൻ്റെ അർത്ഥം സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ഭയത്തിൻ്റെയും പൂർണ്ണതയെ ഒരുമിച്ച് കൂട്ടുന്ന അല്ലെങ്കിൽ ഒത്തിണക്കുന്ന കാര്യത്തിന് പറയപ്പെടുന്ന വാക്കാണത്. ശർഈയായ അതിൻ്റെ അർത്ഥമാണ്. താഴ്മയിൽ നിന്നും വിനയത്തിൽ നിന്നും മാത്രമല്ല, സ്നേഹത്തിൽ നിന്നും ഭയപ്പാടിൽ നിന്നും കൂടിയാണ് ഇബാദത്ത് രൂപം കൊള്ളുന്നതത്രേ ഇബ്നു കസീർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോഴേ താഴ്മയും ഭക്തി ബഹുമാനവും അങ്ങേ അറ്റത്തേതാവുകയുള്ളൂ എന്നാണ് അതിൻ്റെ സൂചന. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർ അവരുടെ ആരാധ്യ വസ്തുക്കളെ അത്യധികം സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നതിൽ നിന്നാണ് അവയോടുള്ള താഴ്മയും ഭക്തിയും ഉടലെടുക്കുന്നതെന്നും സാധാരണമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഏതെങ്കിലും അദൃശ്യ ശക്തി ഒരു വസ്തുവിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുമ്പോഴായിരിക്കും അതിനെക്കുറിച്ചുള്ള സ്നേഹവും ഭയവും അത്യധികമായി തീരുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഈ വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന താഴ്മയുടെയും ഭക്തി ബഹുമാനത്തിൻ്റെയും പ്രകടനമാണ് ഇബാദത്താകുന്ന ആരാധന. ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഭക്തിയും ബഹുമാനവും അല്ല, മറിച്ച് അങ്ങേ അറ്റത്തെ താഴ്മയും സ്നേഹവും അതേപോലെ തന്നെ ഭയവും ഭക്തിയും ഒക്കെ കാണിക്കുമ്പോഴാണ് ആ ഒരു ഇബാദത്തിൻ്റെ അവസ്ഥയിലേക്ക് വരിക എന്നർത്ഥം. സയ്യിദ് റഷീദ് റിദ മുതലായവർ ചൂണ്ടിക്കാട്ടിയതുപോലെ സ്നേഹം കൊണ്ടോ പ്രേമം കൊണ്ടോ ഒരാൾ മറ്റൊരാൾക്ക് ചെയ്യുന്ന താഴ്മയും അധികാരശക്തിയോ അക്രമമോ ഭയന്നോ വല്ല കാര്യലാഭവും പ്രതീക്ഷിച്ചോ ഒരാൾ മറ്റൊരാൾക്ക് ചെയ്യുന്ന താഴ്മയും അതെത്ര വമ്പിച്ചതായാലും അതിനൊന്നും ഇബാദത്ത് എന്ന് പറയപ്പെടാറില്ല. വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? അധികാരശക്തിയോ അക്രമമോ ഭയന്നോ വല്ല കാര്യലാഭവും പ്രതീക്ഷിച്ചോ ഒരാൾ മറ്റൊരാൾക്ക് ചെയ്യുന്ന താഴ്മയും അതെത്ര വമ്പിച്ചതായാലും അതിനൊന്നും ഇബാദത്തെന്ന് പറയില്ല. അല്ലെങ്കിൽ സ്നേഹം കൊണ്ടോ പ്രേമം കൊണ്ടോ ഒരാൾ മറ്റൊരാൾക്ക് ചെയ്യുന്ന താഴ്മയും അതിനൊന്നും ഇബാദത്തെന്ന് പറയാറില്ല. കാരണം അവയൊന്നും അദൃശ്യമായ ഒരു കഴിവിലുള്ള വിശ്വാസത്തിന് ഉടലെടുക്കുന്നതല്ല. ഇനി സ്നേഹത്തിൻ്റെയും ഭയഭക്തിയുടെയും സമ്മേളനത്തിൽ നിന്നാണ് ഇബാദത്തിൻ്റെ ഉത്ഭവം എന്ന് വരുമ്പോൾ, ഇബാദത്ത് ചെയ്യപ്പെടുന്ന ആരുടെ അല്ലെങ്കിൽ വസ്തുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ചോ അറിവോടും തൃപ്തിയോടും കൂടിയോ ഉണ്ടാകുന്ന പ്രകടനങ്ങളെ ഇബാദത്താവുകയുള്ളൂ എന്നില്ലെന്ന് വ്യക്തമാണ്. അത്രയുമല്ല, ചിലപ്പോൾ ആരാധ്യൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പോലും അതുണ്ടാവാം. അപ്പം അവരിഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. മരണപ്പെട്ടു പോയ മഹാത്മാക്കൾക്ക് പലരും ഇബാദത്ത് ചെയ്തു വരുന്നുണ്ട്. ആ മഹാത്മാക്കൾ അത് അറിയുകയോ തൃപ്തിപ്പെടുകയോ ചെയ്യുന്നില്ല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് ക്രിസ്ത്യാനികൾ ഇബാദത്ത് ചെയ്യുന്നു. അത് അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം പ്രബോധനം ചെയ്തിരുന്ന തൗഹീദിന് കടകവിരുദ്ധമാണത്. വിഗ്രഹങ്ങൾക്കാണെങ്കിൽ
തങ്ങളുടെ ആരാധകരെ പറ്റിയോ ആരാധനയെ പറ്റിയോ അറിയുവാനുള്ള ഗ്രഹണ ശക്തി പോലും അവക്കില്ല. ചുരുക്കി പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ സ്നേഹം, ബഹുമാനം, ഭയം, ഭക്തി, താഴ്മ, വിനയം, അദൃശ്യമായ കഴിവുകളുടെ വിശ്വാസം ആദിയായവയുടെ സമ്മേളനത്തിൽ നിന്നാണ് ഇബാദത്ത് ഉരുത്തിരിയുന്നത്. തുടർന്ന് പറയാൻ വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി ആദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മനുഷ്യരിലുണ്ട് ചിലർ, അവർ അള്ളാഹുവിന് പുറമെ ചില സമന്മാരെ സ്വീകരിക്കുന്നു. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ അവരെ സ്നേഹിക്കുന്നു. വിശ്വസിച്ചവരാകട്ടെ അള്ളാഹുവിനോടുള്ള ഏറ്റവും ശക്തിയായ സ്നേഹമുള്ളവരായിരിക്കും. സൂറത്തുൽ ബഖറയിലെ 165 ആയത്ത്. വീണ്ടും അള്ളാഹു പറയാൻ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിച്ചു വരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുവീൻ, എന്നാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു വരികയും ചെയ്യുന്നതാണ്. സൂറത്തു ആലി ഇമ്രാനിലെ 31 ആയത്ത്. ബഹുദൈവ വിശ്വാസികളെ സംബന്ധിച്ച് മറ്റൊരിടത്ത് പറയുന്നു വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനി. അള്ളാഹുവിന് പുറമെയുള്ളവരെ കുറിച്ച് അവർ നിന്നെ ഭയപ്പെടുത്തുന്നു. സൂറത്ത് സുമറിലെ 36 ആയത്ത്. സത്യവിശ്വാസികളോടായി പറയുന്നു വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ എന്നെ ഭയപ്പെടുവീൻ. സൂറത്ത് ആലി ഇമ്രാനിലെ 175 ആയത്ത്. ഈ അടുത്ത കാലം വരെ മുസ്ലിങ്ങൾക്കിടയിലും ഇസ്ലാമിക വിജ്ഞാന സാഹിത്യങ്ങളിലും ഇബാദത്തിന് പൊതുവെ അംഗീകരിക്കപ്പെട്ടു വന്ന മേൽക്കണ്ട വിവരണങ്ങൾക്ക് വിരുദ്ധമായി ഇപ്പോൾ ചില കക്ഷികൾ അതിന് അനുസരണം എന്നും മറ്റുമൊക്കെ അർത്ഥം കൽപ്പിക്കുകയും തദടിസ്ഥാനത്തിൽ അവരുടേതായ പുതിയ വാദഗതികളും പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത് പൊതുവെ അറിയാവുന്നതാണല്ലോ. ആ അർത്ഥത്തെ പറ്റിയും അതിലടങ്ങിയ വൈകല്യങ്ങളെ പറ്റിയും ഇവിടെ ഒരു ചർച്ചയ്ക്ക് മുതിരുന്നില്ല. മുതിരുന്ന പക്ഷം അത് കുറേ ദീർഘിച്ചു പോകും. സുബ്ഹാനല്ലാഹ്. വർഷങ്ങൾക്ക് മുമ്പ് 50 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ല ഇസ്ലാമിനെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കുന്ന ആളുകളുടെ ആദർശ പാപ്പരത്വം, വൈകല്യമാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്. പല പണ്ഡിതന്മാരും ഗ്രന്ഥകർത്താക്കളും അതിനെ ഗണ്ണിക്കുകയും വിമർശിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. സത്യാന്വേഷികൾക്ക് കാര്യം ഗ്രഹിക്കുവാൻ മുകളിൽ വിവരിച്ചത് കൊണ്ട് തന്നെ സാധിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. പിന്നെ ആ ഭാഗം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇബാദത്തിന് അർത്ഥം പറയുമ്പോൾ ചില പണ്ഡിതന്മാർ അറബിയിൽ അതിന് ത്വാഅത്ത് എന്ന് പറഞ്ഞു കാണും. ഇബാദത്തിന് ത്വാഅത്ത് എന്ന അർത്ഥം പറഞ്ഞു കാണും. ഈ വാക്കിന് അനുസരണം എന്ന അർത്ഥമുണ്ട് താനും. ഇതാണ് ഇക്കൂട്ടർ അതിന് എടുത്തു കാണിക്കാനുള്ള ഒരു പ്രധാന തെളിവ്. വാസ്തവത്തിൽ കൽപ്പന അനുസരിക്കുക എന്ന അർത്ഥത്തിലല്ല അവർ അത് ഉപയോഗിക്കാറുള്ളത്. പൂർവ്വകാല മുഫസ്സിരീങ്ങൾ ഇബാദത്ത് എന്നതിന് ത്വാഅത്ത് എന്ന അർത്ഥം കൊടുത്തത് ഒരു കൽപ്പന അനുസരിക്കുക എന്ന അർത്ഥത്തിലല്ല എന്നാണ് മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ല വിശദീകരിക്കുന്നത്. പുണ്യപ്പെട്ട കാര്യം അഥവാ സ്വമേധയാ ചെയ്യുന്ന സൽക്കർമ്മം എന്ന അർത്ഥത്തിലാണ് അവരത് ഉപയോഗിക്കുന്നത്. ത്വാഅത്ത് എന്ന വാക്ക് ഉപയോഗിക്കുന്ന അർത്ഥം. കൽപ്പന അനുസരിക്കുക അല്ലെങ്കിൽ നിയമം അനുസരിക്കുക എന്ന അർത്ഥത്തിലാകുമ്പോൾ അതിൻ്റെ ക്രിയാരൂപം അത്വാഅ എന്നായിരിക്കും. അദ്ദേഹം അടിക്കുറിപ്പ് കൊടുക്കുന്നുണ്ട്. പുണ്യം ചെയ്യുകയെന്നും സ്വമേധയാ നല്ല കാര്യം ചെയ്യുകയെന്നും അർത്ഥമാകുമ്പോൾ ക്രിയ തതവ്വഅ എന്നായിരിക്കും ഉപയോഗിക്കുക. ഐച്ഛികമായ നമസ്കാരം പോലെയുള്ള നിർബന്ധമല്ലാത്ത പുണ്യകർമ്മം ചെയ്യുക എന്നതാണ് അതിൻ്റെ സുപരിചിതമായ അർത്ഥമെന്ന് ഇമാം റാഗിബ് പ്രത്യേകം കാട്ടിയിരിക്കുന്നു. ഏതാണ്ട് അതുപോലെ തന്നെ ഖാമൂസ് എന്ന പ്രസിദ്ധ നിഘണ്ടുവിൽ അതിൻ്റെ കർത്താവ് ഫൈറുസാബാദി റഹ്മഹുല്ലയും പറഞ്ഞതായി കാണാം. 2:15 180 കാണാവുന്നത് പോലെ ഖൈറൻ എന്ന് പറയുമ്പോൾ നിർബന്ധമല്ലാത്ത നല്ല കാര്യം സ്വമേധയാ ചെയ്തു എന്നതല്ലാതെ നല്ലതായ അനുസരണം അനുസരിച്ചു എന്ന് അർത്ഥം വരുന്നതല്ല. ആരും അങ്ങനെ പറയാറുമില്ല. അപ്പോൾ ഇബാദത്ത് എന്നതിന് ഇത്വാഅത്ത് എന്നല്ല, ത്വാഅത്ത് എന്നാണ് പൂർവ്വകാല മുഫസ്സിരീങ്ങൾ പലരും അർത്ഥം കൊടുത്തത്. ആ അർത്ഥമാകട്ടെ
അതൊരു കൽപ്പന അനുസരിക്കുക എന്ന അർത്ഥത്തിലല്ല, മറിച്ച് സ്വമേധയാ ഒരു പുണ്യകർമ്മം ചെയ്യുക എന്ന അർത്ഥത്തിലാണ് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഖുർആന്റെ വാക്കർത്ഥങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കപ്പെട്ടതും എല്ലാവരും അംഗീകരിച്ചു വരുന്നതുമായ വിലപ്പെട്ട ഒരു നിഘണ്ടുവാണ് ഇമാം റാഗിബിന്റെ അൽ മുഫ്രദാത്തിൽ. അതിൽ അദ്ദേഹം പറയുന്നു, അൽ ഉബൂദിയത്തു ഇദ്ഹാറു തദല്ലുൽ വൽ ഇബാദത്തു അബ്ലഗുൻ ലിഅന്നഹാ ഗായത്തു തദല്ലുൽ വലാ യസ്തഹിഖുഹാ ഇല്ലാ മൻ ലഹു ഗായത്തുൽ അഫ്ദാലി വഹുവ അല്ലാഹു തആല വലിഹാദാ ഖാല ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു. എന്താ അർത്ഥം? ഉബൂദിയത്ത് അഥവാ അടിമത്വം എന്നാൽ താഴ്മ പ്രകടിപ്പിക്കലാണ്. ഇബാദത്ത് അതിനേക്കാൾ ശക്തിയേറിയതാണ്. അത് ഉബൂദിയത്തും ഇബാദത്തും ഒന്നല്ല എന്നർത്ഥം. കാരണം അത് അങ്ങേയറ്റത്തെ താഴ്മ കാണിക്കലാണ്. അങ്ങേയറ്റം അനുഗ്രഹം ചെയ്യുവാൻ കഴിവുള്ളവനല്ലാതെ അതിന് അവകാശമില്ല. അത് അള്ളാഹുവാണ് താനും. അതുകൊണ്ടാണ് അവനല്ലാതെ ഇബാദത്ത് ചെയ്യരുതെന്ന് അവൻ പറഞ്ഞിരിക്കുന്നതും. ഇതിൽ നിന്ന് ഇബാദത്തും ഉബൂദിയത്തും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാകുന്നു. അതായത് ഉബൂദിയത്തിനേക്കാൾ പ്രത്യേകമായതും ഉബൂദിയത്തിനേക്കാൾ ശക്തമായതും അഖ്ദഉ മിൻഹാ വ അബ്ലഗ്, അതാണ് അറബി പറയാം, ആയ ഒന്നാണ് ഇബാദത്ത്. മാത്രമല്ല അബദ എന്ന ക്രിയക്ക് മാത്രമേ ഇബാദത്ത് എന്ന ധാതു രൂപം വരികയുള്ളൂ. അതിന് ഭാഷാപരമായ വിശകലനാണത്. അബദയിൽ വരുന്ന വാക്കാണ് ഇബാദത്ത്. ഉബൂദിയത്താകട്ടെ അബുദ, അബദ മധ്യത്തിലെ അക്ഷരത്തിന് അകാരമായും ഉകാരമായും ഈ അബദ അബുദ എന്നീ രണ്ട് ക്രിയാരൂപങ്ങളുടെയും ധാതുരൂപമായി വരികയും ചെയ്യും. അബദയുടെ ധാതുവാകുമ്പോൾ അതിന് ഇബാദത്തിന്റെ അർത്ഥം തന്നെയായിരിക്കും. അപ്പോൾ അത് സൽക്കർമ്മ രൂപത്തിലുള്ളതും ആയിരിക്കും, സകർമ്മക രൂപത്തിലുള്ളതും ആയിരിക്കും. അത് സകർമ്മക രൂപത്തിലുള്ളതും ആയിരിക്കും. അബുദയാകുമ്പോൾ അടിമത്വം എന്നുമായിരിക്കും അർത്ഥം. ഇപ്പോൾ ആ ക്രിയ അകർമ്മക ക്രിയയും, അതായത് ലാസിം മുതഅദ്ദി എന്ന് പറയുന്നത് അകർമ്മക ക്രിയ എന്നാൽ ലാസിം. ചുരുക്കി പറഞ്ഞാൽ അബദ എന്ന ക്രിയയും അതിൽ നിന്ന് ഉള്ള പദങ്ങളും ആരാധിക്കുക എന്ന അർത്ഥത്തിൽ മാത്രം ഉപയോഗിക്കപ്പെടുന്നു. അബുദ എന്ന ക്രിയയും അതിൽ നിന്നുള്ള പദങ്ങളും അടിമത്വം അഥവാ അടിമയായിരിക്കൽ എന്ന അർത്ഥത്തിൽ മാത്രം ഉപയോഗിക്കപ്പെടുന്നു. ഉബൂദിയത്ത് ആകട്ടെ രണ്ട് ക്രിയാരൂപങ്ങളുടെയും ധാതുവായി വരുന്നത് കൊണ്ട് ആരാധന എന്നും അടിമത്വം എന്നുമുള്ള അർത്ഥങ്ങളിലും വരും. ഈ വ്യത്യാസങ്ങളെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാതിരിക്കുകയോ ഗൗനിക്കാതിരിക്കുകയോ ചെയ്യുന്നത് കൊണ്ടാണ് ഇബാദത്ത് എന്ന വാക്കിന് ഭാഷാർത്ഥങ്ങൾ പറയുമ്പോൾ അടിമത്വം, അടിമവേല, അടിമവൃത്തി എന്നൊക്കെ അർത്ഥം പറയപ്പെട്ടു വരുന്നത്. വാസ്തവത്തിൽ ഉബൂദിയത്തിനല്ലാതെ ഇബാദത്തിന് അങ്ങനെ ഭാഷയിലും അർത്ഥമില്ല. വളരെ ലളിതമായിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അല്ലാത്തവരെ അനുസരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭൗതിക ഭരണകൂടങ്ങൾ അനുസരിക്കാൻ പാടില്ല, ഗവൺമെൻറ് നിയമങ്ങൾ അനുസരിക്കാൻ പാടില്ല എന്നൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് അത്തരം ആളുകൾ പറയാറുള്ളത്. അപ്പോൾ അത് ആ ഭാഗമാണ് മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ല വിശദീകരിച്ചത്. അങ്ങേയറ്റത്തെ സ്നേഹ ബഹുമാനത്തിനും ഭയഭക്തിക്കും അർഹനായുള്ള ഏക മഹാശക്തി അള്ളാഹു മാത്രമാണെന്ന് മേൽ പ്രസ്താവിച്ച 4 ഗുണവിശേഷണങ്ങളിൽ നിന്നും സ്പഷ്ടമായല്ലോ. അതിനെ തുടർന്ന് ആരാധനക്കും സഹായാർത്ഥനക്കും യഥാർത്ഥത്തിൽ അർഹനായുള്ളവൻ നീ ഒരുവനേയുള്ളുവെന്ന് ഏറ്റുപറയലും മറ്റാരുടെ മുമ്പിലും അത് രണ്ടും ഞങ്ങൾ സമർപ്പിക്കുകയില്ലെന്ന പ്രതിജ്ഞയുമാണ് ഈ 4-ാം വചനത്തിൽ അടങ്ങിയിരിക്കുന്നത്. നമസ്കാരത്തിന് പുറത്തുമായി ഓരോ സത്യവിശ്വാസിയും പല പ്രാവശ്യം ഇത് ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. അതായത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന കാര്യം അള്ളാഹുവിൻ്റെ സ്തുതി കീർത്തനമായി ആരംഭിക്കുകയും അവനോടുള്ള മഹത്തായ ഒരു പ്രാർത്ഥനയായി അവസാനിക്കുകയും ചെയ്യുന്ന, അതാണ് സൂറത്തുൽ ഫാത്തിഹ. അതെ, സൂറത്തുൽ ഹംദ് എന്നും സൂറത്തു ദുആ എന്നും കൂടി പറയപ്പെടുന്ന ഈ അധ്യായത്തിൽ ആ രണ്ടിനുമിടക്ക് അള്ളാഹിൻ്റെ മഹത്വം പറഞ്ഞു, പിന്നെ അതിൻ്റെ ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്തു. അതിനിടക്ക് വെച്ച് അവൻ്റെ അടിയാൻ അവനെ അഭിമുഖീകരിച്ചുകൊണ്ട് സമർപ്പിക്കുന്നവർ ഈ പ്രതിജ്ഞ എത്രത്തോളം ഗൗരവമേറിയതാണെന്ന് ആലോചിച്ച് നോക്കുക. എന്താ പ്രതിജ്ഞ? നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ എന്ന പ്രതിജ്ഞ. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് സ്വകാര്യ സംഭാഷണത്തിൻ്റെ, അതായത് കൂടിക്കാഴ്ചയുടെ അധ്യായം സൂറത്തുൽ മുനാജാത്ത് എന്നുകൂടി ഈ സൂറത്തിന് പേര് പറയപ്പെട്ടിരിക്കുന്നത്.
അള്ളാഹുമായിട്ടുള്ളൊരു സ്വകാര്യ സംഭാഷണം കൂടിയാണ് ഈ സൂറത്ത്. അതുകൊണ്ടാണ് സൂറത്തുൽ മുനാജാത്ത് എന്ന പേര് കൂടി സൂറത്തിന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന വാക്യത്തെക്കുറിച്ചാണ് ചിലത് മനസ്സിലാക്കാനുള്ളത്. ഇതെല്ലാം ഏതെല്ലാം കാര്യങ്ങളിലുള്ള സഹായത്തിനാണ് ഈ അർത്ഥമാക്കുന്നതെന്ന് ഇതിൽ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ ഏതെല്ലാം സഹായമാണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് ഏതെല്ലാം കാര്യത്തിൽ സഹായത്തിന് ആവശ്യമായിരിക്കുമോ അതിലെല്ലാം സഹായം അർത്ഥിക്കുന്നു എന്ന് വെക്കുവാനാണ് ന്യായം. സാഹിത്യശാസ്ത്രത്തിൽ ഇൽമുൽ ബലാഗയിൽ അംഗീകരിക്കപ്പെട്ട ഒരു പൊതു തത്വമാണിത്. മിക്കവാറും ഖുർആൻ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായവും ഇതുതന്നെ. ഇതിൻ്റെ തൊട്ടു മുമ്പത്തെ വാക്യത്തിൽ ആരാധനയെക്കുറിച്ച് പറഞ്ഞിരിക്കൊണ്ട് ആരാധനാ കർമ്മങ്ങൾ യഥാവിധി സ്വീകരിക്കുവാനുള്ള സഹായാർത്ഥന ഇതിൽ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് തീർച്ചയായും പറയാം. മനുഷ്യൻ്റെ കടമകളിൽ പരമപ്രധാനമായ കടമയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണല്ലോ. അത് വേണ്ടതുപോലെ നിറവേറ്റുവാനുള്ള ശേഷിയും ഭാഗ്യവും സാഹചര്യവുമെല്ലാം അള്ളാഹുവിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ അതുകൊണ്ട് ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞു കാണുന്നത് പോലെ അതിനു വേണ്ടി മാത്രമുള്ള സഹായാർത്ഥനയാണെന്ന് വെച്ച് അതിനെ പരിമിതപ്പെടുത്തേണ്ടുന്ന ആവശ്യമില്ല. ഇനി ഐഹികം, പാരത്രികം, മതപരം, ലൗകികം എന്നിങ്ങനെയുള്ള തരവ്യത്യാസം കൂടാതെ സകല കാര്യങ്ങൾക്കും അള്ളാഹുവിൻ്റെ സഹായം അനിവാര്യമാകുന്നു. സാധാരണഗതിയിൽ സ്വന്തം കഴിവിലോ മനുഷ്യ കഴിവിലോ പെട്ടതായി കരുതപ്പെടുന്ന കാര്യങ്ങളും ഇതിൽ നിന്നൊഴിവല്ല തന്നെ. ഒരു ഉദാഹരണം കൊണ്ട് ഇത് മനസ്സിലാക്കാം. എഴുത്തും വായനയും അറിയുന്ന ഒരാൾക്ക് ഒരു കത്ത് എഴുതുവാൻ ഒറ്റ നോട്ടത്തിൽ ഒരു പേന, അല്പം മഷി, ഒരു കടലാസു കഷ്ണം ഇത്രയേ വേണ്ടൂ. അല്പം ആലോചിച്ചു നോക്കൂ, ആ പേന കയ്യിലെടുക്കുവാൻ, അത് പിടിച്ചെഴുതുവാൻ, ഉദ്ദിഷ്ട കാര്യങ്ങൾ മനസ്സിൽ തോന്നുവാൻ, അതിനുള്ള വാക്കുകൾ ഓർമ്മ വരുവാൻ, അവ പിഴക്കാതെ രേഖപ്പെടുത്തുവാൻ, അങ്ങനെ പലതും അയാൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഇവയിൽ ഏതെങ്കിലും ഒന്നിന് തടസ്സം നേരിടുമാറുള്ള കാര്യങ്ങളിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടിരിക്കേണ്ടതുമുണ്ട്. കൈക്ക് ഒരു വിറയൽ, അല്ലെങ്കിൽ ഒരു വേദന, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അപകടം എന്നിങ്ങനെയുള്ള ഓർക്കാപ്പുറത്ത് നേരിടാവുന്ന എത്ര കാര്യങ്ങളിൽ നിന്ന് അയാൾ സുരക്ഷിതനായിരിക്കണം. ആലോചിച്ച് നോക്കുക. ചുരുക്കി പറഞ്ഞാൽ ഏതൊരു നിസ്സാര കാര്യത്തിലും അതിനുള്ള എല്ലാ സാഹചര്യവും ചുറ്റുപാടും അള്ളാഹുവിൽ തന്നെ ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സൃഷ്ടികളിൽ നിന്ന് ലഭ്യമല്ലാത്തതും അള്ളാഹുവിങ്കൽ നിന്ന് അദൃശ്യമായി മാത്രം ലഭിക്കുന്നതുമായ സഹായമാണ് ഇവിടെ ഉദ്ദേശ്യമെന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. അടിവരട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ്? സൃഷ്ടികളിൽ നിന്ന് ലഭ്യമല്ലാത്തതും അള്ളാഹുവിൽ നിന്ന് അദൃശ്യമായി മാത്രം ലഭിക്കുന്നതുമായ സഹായമാണ് ഇവിടെ ഉദ്ദേശ്യമെന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. അപ്പോൾ മറ്റുള്ള സാധാരണ മനുഷ്യന്മാരെ ആശയക്കുഴപ്പത്തിലാക്കാറുണ്ട് മുസ്ലിയാക്കന്മാർ. നിങ്ങൾ ഉമ്മാനോട് വെള്ളം ചോദിക്കാറില്ലേ, ഭാര്യയോട് ഭക്ഷണം ചോദിക്കാറില്ലേ, ഡോക്ടറെ അടുത്ത് പോകാറില്ലേ, അപ്പോൾ പിന്നെ ഇയ്യാക്കൻ അബ്ദു ഇയ്യാക്കൻ നസ്തഈൻ എന്ന് പറഞ്ഞാൽ അത് അതിനെതിരല്ലേ എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ആ സഹായമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ്? സൃഷ്ടികളിൽ നിന്ന് ലഭ്യമല്ലാത്തതും അള്ളാഹുവിങ്കൽ നിന്ന് അദൃശ്യമായി മാത്രം ലഭിക്കുന്നതുമായ സഹായമാണ് ഇവിടെ ഉദ്ദേശമെന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുന്നതും അദൃശ്യമായ കഴിവ് അള്ളാഹുവിന് മാത്രമാകെ കൊണ്ട് മറ്റാരോടും അതിനപേക്ഷിക്കുന്നത് വ്യർത്ഥമായിരിക്കുമെന്ന് മാത്രമല്ല, അത് തനി ശിർക്കും കൂടിയാണ് താനും. അള്ളാഹുവിനോടൊപ്പം മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. സൂറത്തുൽ ജിന്നിൽ കാണാം, ഫലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന് അള്ളാഹു പറഞ്ഞതും അതുകൊണ്ട് തന്നെ. ഈ യാഥാർത്ഥ്യം ഓർമ്മിച്ചുകൊണ്ട് ആ വാക്യത്തെപ്പറ്റി വീണ്ടും ഒന്ന് ആലോചിച്ച് നോക്കുക. വേണ്ടപ്പെട്ടതും നല്ലതുമായ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള സഹായാർത്ഥനയാണ് അതെന്ന് പറയുന്നതിൻ്റെ ഔചിത്യം അപ്പോൾ ബോധ്യമാകുന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ് ഇവിടെ പ്രസ്താവ്യമാകുന്നു. അദ്ദേഹം പറയുന്നു, ഇവിടെ സാധാരണ കേൾക്കുന്നൊരു ഹദീസാണ്. ഒരു ദിവസം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലുണ്ടായിരുന്ന അവസരത്തിൽ അവിടുന്ന് എന്നോട് ഇപ്രകാരം പറഞ്ഞു, ഹേ കുട്ടി, ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം. നീ അള്ളാഹുവിനെ കാത്തുകൊള്ളുക, എന്നാൽ അവൻ നിന്നെ കാക്കും. യഹ്ഫദില്ലാഹ യഹ്ഫദുക എന്ന ഹദീസാണത്. നീ അള്ളാഹുവിനെ കാത്തുകൊള്ളുക, എന്നാൽ അവനെ നിനക്ക് മുമ്പിൽ കണ്ടെത്താം. നീ വല്ലതും ചോദിക്കുന്നതായാൽ അള്ളാഹുവിനോട് ചോദിക്കുക. നീ വല്ലതിനും സഹായമർത്ഥിക്കുന്നതായാൽ അള്ളാഹുവിനോട് സഹായമർത്ഥിക്കുക. നീ അറിഞ്ഞേക്കണം, നിനക്ക് വല്ല ഉപകാരവും ചെയ്യാൻ സമുദായം ഒത്തൊരുമിച്ചാലും അള്ളാഹു നിനക്ക് നിശ്ചയിച്ചു വെച്ചതല്ലാതെ ഒരു ഉപകാരവും അവർ നിനക്ക് ചെയ്യുകയില്ല.
നിന്റെ പേരിൽ നിശ്ചയിച്ചു വെച്ചതല്ലാതെ അവർ നിനക്ക് ഉപദ്രവം ചെയ്യുകയില്ല. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസാണത്. ഇപ്പറഞ്ഞതിൽ നിന്ന് സൃഷ്ടികളോട് യാതൊരു കാര്യത്തിലും സഹായം അർത്ഥിക്കേണ്ടതില്ലെന്നോ അർത്ഥിച്ചുകൂടാ എന്നോ ധരിക്കേണ്ടതില്ല. അങ്ങനെ ആൾക്കാരെ ആശയക്കുഴപ്പത്തിലാക്കാറുണ്ട്. അള്ളാഹു പറയുന്നു, വതആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യകരമായതിലും ഭക്തിയിലും സൂക്ഷ്മത പാലിക്കുന്നതിലും നിങ്ങൾ അന്യോന്യം സഹായം നൽകുവീൻ. സൂറത്തുൽ മാഇദ 2. മനുഷ്യന് നൽകപ്പെട്ടുള്ള കഴിവിൽപ്പെട്ടതും നല്ലതുമായ ഏത് കാര്യങ്ങളിലും പരസ്പര സഹായ സഹകരണം ചെയ്യണമെന്ന് സാരം. ഇത് തെറ്റല്ലെന്ന് മാത്രമല്ല, ചിലപ്പോൾ അത്യാവശ്യവും ചിലപ്പോൾ അനിവാര്യവും കൂടിയായിരിക്കും. ദുൽഖർനൈനി അലൈഹിസ്സലാം പോലും യഅ്ജൂജ് മഅ്ജൂജിന്റെ പ്രവേശനം തടയുവാനുള്ള അണക്കെട്ട് നിർമ്മാണത്തിൽ ജനങ്ങളോട് അഈനൂനി ബിഖുവ, നിങ്ങൾ ശക്തി നൽകി നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടതായും അവർ ഇരുമ്പ് കട്ടികളും മറ്റും നൽകി സഹായിച്ചതായും സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. എന്നാൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തതും പ്രത്യേകം മനസ്സിലാക്കണം, സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തതും അദൃശ്യ മാർഗത്തിലൂടെ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടതുമായ കാര്യങ്ങളിൽ അവനോട് മാത്രമേ സഹായം തേടാവൂ എന്നതിൽ സംശയമില്ല. എന്താ പറഞ്ഞത്? സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തതും അദൃശ്യ മാർഗത്തിലൂടെ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടതുമായ കാര്യങ്ങളിൽ അവനോട് മാത്രമേ സഹായം തേടാവൂ എന്നതിൽ സംശയമില്ല. അത്തരം കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആരോടും സഹായം അർത്ഥിക്കുന്നത് കേവലം നിരർത്ഥമാണെന്ന് മാത്രമല്ല, അത് ശിർക്കും സൃഷ്ടികൾക്ക് ദിവ്യത്വം കൽപ്പിക്കലുമാകുന്നു. അപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിനും ഇടമില്ലാത്ത രൂപത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സൂറത്തിൻ്റെ പാരായണം നടക്കുന്നത് പലപ്പോഴും ഒന്നിലധികം പേരുള്ള സംഘത്തിൽ വെച്ചാവാമെങ്കിലും ചിലപ്പോഴെല്ലാം ഒരാൾ ഒറ്റയായിക്കൊണ്ടായിരിക്കുമല്ലോ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ സഹായം തേടുന്നു, ഞങ്ങളെ വഴി ചേർക്കണം എന്നിങ്ങനെ ബഹുവചന രൂപത്തിൽ പ്രയോഗിക്കുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് സംശയിക്കപ്പെട്ടേക്കാം. സത്യവിശ്വാസികളെല്ലാം ഒരേ ആദർശത്തിലും ലക്ഷ്യത്തിലും നിലകൊള്ളുന്നവരും ഓരോ വ്യക്തിയും സമുദായത്തിൻ്റെ പൊതു നന്മയിലും വിജയത്തിലും പങ്കും താല്പര്യവും ഉണ്ടായിരിക്കേണ്ടവരുമാണെന്നത്രേ അത് ധ്വനിപ്പിക്കുന്നത്. സത്യവിശ്വാസികൾ സഹോദരന്മാരാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്നും നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിക്കരുത്. വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു എന്നും അള്ളാഹു പറയുന്നു. പരസ്പരം കരുണയും സ്നേഹവും ദയയും കാണിക്കുന്ന വിഷയത്തിൽ മുസ്ലിങ്ങൾ ഒരേ ശരീരം പോലെയാണ് അഥവാ ആയിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയുന്നു. ബുഖാരിയും മുസ്ലിം ധരിക്കുന്ന ഹദീസാണ്. ഓരോ വ്യക്തിയും സ്വന്തം കാര്യത്തിൽ മാത്രം താല്പര്യം പുലർത്തിയാൽ പോരാ, ഏക മനസ്സോടെ കൂട്ടായ താല്പര്യവും സംഘടിതമായ ഉത്തരവാദിത്ത ബോധവും ഉള്ളവരായിരിക്കണമെന്നാണല്ലോ ഇതിൻ്റെയൊക്കെ താല്പര്യം. നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂവെന്നും നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുന്നുള്ളൂവെന്നും അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ്റെ അടിയാന്മാർ പ്രതിജ്ഞയെടുക്കുമ്പോൾ നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും വലിയ സഹായം എന്താണെന്ന ഒരു ചോദ്യത്തിന് സ്ഥാനമുണ്ടല്ലോ. ഇതിനുള്ള മറുപടി എന്നോണമാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരെ ചൊവ്വായ പാതയിൽ ഞങ്ങളെ നീ വഴി ചേർക്കണമേ എന്ന പ്രാർത്ഥന. എന്താ പറഞ്ഞത്? നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഏത് സഹായമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു ചോദ്യം വന്നേക്കാം. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമാണ് എന്ത്? ഇതാണ് ചോദ്യം. എന്താണ്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. എന്താ അർത്ഥം? നേരെ ചൊവ്വായ പാതയിൽ ഞങ്ങളെ നീ വഴി ചേർക്കണേ എന്ന പ്രാർത്ഥന. ഞങ്ങൾ നിന്നിൽ നിന്നും അർത്ഥിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഇതാണ്. ഈ അനുഗ്രഹം നീ ഞങ്ങൾക്ക് കനിഞ്ഞേകുന്ന പക്ഷം ഞങ്ങളുടെ മറ്റാവശ്യങ്ങളെല്ലാം സഫലീകൃതമായി തീർന്നുകൊള്ളും എന്ന് അർത്ഥം. ഇതിൻ്റെ അടുത്ത ഭാഗമാണ് ഹദ എന്ന ക്രിയയുടെ ആജ്ഞാരൂപം, അതായത് അമ്രാണ് ഇഹ്ദി. ആജ്ഞക്കും അപേക്ഷക്കും ഉപദേശത്തിനുമൊക്കെ ഒരേ രൂപം തന്നെയാണ് അറബിയിലുള്ളത്. ഇതിൻ്റെ ധാതുരൂപങ്ങളാണ് ഹിദായത്തും ഹുദായും. സൗമ്യമായി അറിയിക്കുക, അർത്ഥം ശ്രദ്ധിക്കണം. അതേപോലെ മാർഗദർശനം നൽകുക, വഴി കാട്ടുക, വഴിയിൽ ചേർക്കുക, നിർദ്ദേശം നൽകുക. അദ്ദലാലത്തു ബിലുത്ഫിൻ, അദ്ദലാല അൽ ഇർഷാദ്, ഇറാഅത്തു ത്വരീഖ്, അൽ ഈസാലു ഇലൈഹ എന്നൊക്കെയാണ് ഈ രണ്ടിനും നിഘണ്ടുക്കളിൽ അർത്ഥം നൽകപ്പെട്ടിരിക്കുന്നത്.
സന്മാർഗം അഥവാ നേർവഴി എന്ന അർത്ഥത്തിലും അവ ഉപയോഗിക്കുക പതിവാണ്. നല്ല കാര്യത്തിലേക്ക് മാർഗദർശനം നൽകുന്നതിലാണ് ഈ ധാതുവിൽ നിന്നുള്ള പദങ്ങൾ അധികം ഉപയോഗിക്കപ്പെടാറുള്ളത്. ഇവയുടെ വിപരീതാർത്ഥങ്ങളിൽ വരുന്ന പദങ്ങളാണ് ദ്വലാൽ, ദ്വലാലത്ത്. അവയിൽ നിന്നുത്ഭവിക്കുന്ന ഇതര രൂപങ്ങളും. മാർഗദർശനം നൽകുക അഥവാ വഴി കാട്ടുക എന്ന അർത്ഥത്തിലും സന്മാർഗത്തിലാക്കുക അഥവാ നേർവഴിയിൽ ചേർക്കുക എന്ന അർത്ഥത്തിലും ഖുർആനിൽ ഹിദായത്ത് ഉപയോഗിക്കപ്പെടാറുണ്ട്. ഈ രണ്ടർത്ഥവും വേർതിരിച്ച് മനസ്സിലാക്കാത്ത പക്ഷം ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ആശയക്കുഴപ്പം നേരിട്ടേക്കും. ഒന്നാമത്തെ അർത്ഥത്തിന് ഉദാഹരണമാണ് വഅമ്മാ സമൂദ് ഫഹദൈനാഹും ഫസ്തഹബ്ബുൽ അമാ അലൽ ഹുദാ. എന്നാൽ സമൂദ് ഗോത്രമാകട്ടെ അവർക്ക് നാം മാർഗദർശനം നൽകി, എന്നിട്ടവർ നേർമാർഗത്തേക്കാൾ അന്ധതയോട് ഇഷ്ടം കാണിക്കുകയാണ് ചെയ്തത്. സൂറത്ത് ഹാമീം സജദയിലെ അല്ലെങ്കിൽ ഫുസ്സിലത്തിലെ 17-ാമത്തെ ആയത്ത്. അള്ളാഹു അവരെ സന്മാർഗത്തിലാക്കി കഴിഞ്ഞ ശേഷം അവരത് ഉപേക്ഷിച്ചുവെന്നല്ല, പ്രവാചകൻ മുഖേനയും മറ്റും സന്മാർഗം ഉപദേശിച്ചു കൊടുത്തിട്ടും അത് വകവെക്കാതെ അന്ധതയിൽ, അതായത് ദുർമാർഗത്തിൽ മുഴുകുകയാണ് അവർ ചെയ്തതെന്നത്രേ അതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥത്തിന് ഉദാഹരണം ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നിശ്ചയമായും നീ ഇഷ്ടപ്പെട്ടവരെ നീ നേർമാർഗത്തിലാക്കുകയില്ല, എങ്കിലും അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ നേർമാർഗത്തിലാക്കുന്നു. സൂറത്തുൽ ഖസസിലെ 56-ാമത്തെ ആയത്ത്. എല്ലാവർക്കും നേർമാർഗം കാണിച്ചു കൊടുക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യം. നേർമാർഗത്തിലാക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമല്ല, അത് അള്ളാഹുവിൻ്റെ പ്രവൃത്തിയാണ് എന്ന് സാരം. അള്ളാഹുവിൽ നിന്ന് മനുഷ്യർക്ക് ഹിദായത്ത്, അതായത് മാർഗദർശനം ലഭിക്കുന്നത് ഏതെല്ലാം പ്രകാരത്തിലാണെന്ന് തിട്ടപ്പെടുത്തി പറയാൻ നമുക്ക് സാധ്യമല്ല. വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ എണ്ണുന്ന പക്ഷം അത് നിങ്ങൾക്ക് കണക്കാക്കാവതല്ല. എങ്കിലും ഇമാം ബൈദാവി, ഇമാം റാഗിബ് റഹിമഹുമുള്ള മുതലായവർ ചൂണ്ടിക്കാട്ടിയതുപോലെ അതിങ്ങനെ ഭാഗിക്കാം. 5 തരം ഹിദായത്തിനെ പറ്റി പറയുന്നുണ്ട് ഇവിടെ. ഒന്ന്, ജീവിതാവശ്യങ്ങൾ നിറവേറ്റത്തക്കവണ്ണം വിശേഷ ബുദ്ധി, ബാഹ്യേന്ദ്രിയങ്ങൾ, ആന്തരേന്ദ്രിയങ്ങൾ മുതലായവ നൽകി അനുഗ്രഹിക്കുക വഴി ലഭിക്കുന്നത്. അതിന് ഉദാഹരണമാണ് റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. സൂറത്ത് താഹയിലെ ഒരു വചനമാണത്. എല്ലാ വസ്തുവിനും അതതിൻ്റെ സൃഷ്ടി നൽകുകയും പിന്നീട് മാർഗദർശനം നൽകുകയും ചെയ്തവനത്രേ നമ്മുടെ റബ്ബ് എന്ന വചനം ഇതിലേക്കാണ് ചൂണ്ടുന്നത്. രണ്ടാമത്തത്, സത്യാസത്യങ്ങളും നന്മ തിന്മകളും തിരിച്ചറിയാനുള്ള തെളിവുകളും ദൃഷ്ടാന്തങ്ങളും നൽകുക വഴി ലഭിക്കുന്നത്. അതായത് സത്യാസത്യങ്ങളും നന്മ തിന്മകളും തിരിച്ചറിയാനുള്ള തെളിവുകളും ദൃഷ്ടാന്തങ്ങളും നൽകുക വഴി ലഭിക്കുന്നത്. അതിന് ഉദാഹരണമാണ് വഹദൈനാഹുൻ നജ്ദൈൻ. അവന്, അതായത് മനുഷ്യന് പൊന്തി നിൽക്കുന്ന 2 മാർഗങ്ങളെ നാം കാട്ടിക്കൊടുത്തു എന്ന വചനം. മൂന്നാമത്തത്, പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും മുഖേന ലഭിക്കുന്നത്. വജഅൽനാഹും അഇമ്മത്തൻ യഹ്ദൂന ബി അംരിനാ. സൂറത്ത് അംബിയായിൽ ആയത്താണ്. അവരെ മുമ്പ് പ്രസ്താവിച്ച പ്രവാചകന്മാരെ നാം നമ്മുടെ കൽപ്പന പ്രകാരം മാർഗദർശനം നൽകുന്ന നേതാക്കളാക്കുകയും ചെയ്തിരിക്കുന്നു. നാലാമത്തത്, സന്മാർഗചാരികളായ ആളുകൾക്ക് അള്ളാഹുവിൽ നിന്നും ലഭിക്കുന്ന പ്രത്യേക സഹായമാകുന്ന തൗഫീഖ് മൂലം ലഭിക്കുന്നത്. വല്ലദീന ഇഹ്തദൗ സാദഹും ഹുദാ. സൂറത്ത് മുഹമ്മദിലാണ് ഈ ആയത്ത്. സന്മാർഗം പ്രാപിച്ചവർക്ക് അവൻ സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുക്കും എന്നും വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന. നമ്മുടെ വിഷയത്തിൽ സമരം നടത്തുന്നവരെ നാം നമ്മുടെ മാർഗങ്ങളിൽ ചേർക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതും ഈ ഇനത്തിൽപ്പെട്ട ഹിദായത്താകുന്നു. അഞ്ചാമത്തേത്, പരലോകത്ത് വെച്ച് സ്വർഗീയ ജീവിതം തുടങ്ങിയ മഹാഭാഗ്യങ്ങൾ നൽകുന്നത് മുഖേനയുള്ളത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായി മരണപ്പെട്ടവരെ പറ്റി അള്ളാഹു പറയുന്നു, സയഹ്ദീഹിം വയുസ്രിഹു ബാലഹും വയുദ്ഖിലുഹുമുൽ ജന്നത അർറഫഹാ ലഹും. സൂറത്ത് മുഹമ്മദിൽ ആയത്താണ്. വഴിയെ അവൻ അള്ളാഹു അവരെ വഴി ചേർക്കുകയും അവരുടെ സ്ഥിതി നന്നാക്കുകയും അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞത് ഈ ഇനത്തിൽ ഒന്ന് ഉദാഹരണമാകുന്നു. അപ്പം ഇതാണ് ആ 5 തരം ഹിദായത്തുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന കാര്യം. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഗ്രന്ഥം കൂടുതൽ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.